പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറയാനും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ലൈവില് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യണ നമ്മുടെ അരവിന്ദ് ഏട്ടൻ ഫാമിലി അബി മോർണിംഗ് കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് വന്ന് അവർ കുറേ നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. ഞങ്ങൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തു. കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ എന്നാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചിട്ടൊക്കെ ഞങ്ങൾ ആ ഒരു മൂമെന്റ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവൂലേ. അപ്പോൾ അത് വളരെ കുറച്ച് പേർക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ, ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി എനിക്ക് എന്താണ് വേണ്ടതെന്ന് അവർ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ എനിക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് നിങ്ങളോടൊത്ത് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് പോവും. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അതുപോലെ എന്നെ ലൈവിൽ വിളിക്കുന്നത് പാറു എന്ന്, അതുപോലെ നേരിട്ടൊക്കെ വന്ന് വിളിച്ചിട്ട് നമ്മൾ അതുപോലെ പിന്നെ വിളിക്കാന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ പറയാ, സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കേട്ടോ. അപ്പോ നമ്മൾക്ക് എന്താണ് അരവിന്ദ് ഏട്ടനും അബിയും കൂടി എനിക്ക് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കവറ്. ഇതിന്റെ കൂടെ എനിക്ക് കുറച്ച് ആരോഗ്യമൊക്കെ ഒന്ന് റെഡി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അരവിന്ദേട്ടനും അബിയും കൂടെ എനിക്ക് കുറച്ച് നേന്ത്രപ്പഴങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ചിക്കൻ റോള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ റോളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കഴിഞ്ഞു. നേന്ത്രപ്പഴം ഞാനത് അവിടെ ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം എനിക്ക് എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നുള്ളത്. ഞാനിതേ ഈ കവർ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഈ ടേബിളിലെല്ലാം ഞാൻ നിരത്തി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എനിക്ക് കടലമുട്ടായി. ഓക്കെ, കടലമുട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇതേ ജീരകമിഠായി. ഓക്കെ, കടലമുട്ടായി ഒരു ഭാഗത്ത് വെക്കാം കേട്ടോ. നമ്മുടെ നാരങ്ങ മിഠായി ഒക്കെ ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ തപ്പിപ്പിടിച്ചെടുത്തു എന്നാണ് ഞാൻ ആലോചിക്കണേ. ഇത് നമുക്ക് പിന്നെ നോക്കാം, ഇതിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് പിന്നെ നോക്കാം. ദാ പുളിമുട്ടായി. ഓക്കെ, പാക്കറ്റോടുകൂടെ ഇത് എങ്ങനെ എവിടുന്ന് തപ്പിപ്പിടിച്ചെടുത്തു എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഈ പാക്കറ്റുകളൊക്കെ വളരെ റെയർ ആയിട്ടുള്ള കടകളിലേ ഉള്ളൂ. ഇപ്പൊ സാധാരണ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ മാതിരി റോളായിട്ടൊക്കെ വരണേ. ഇത് എവിടുന്ന് തപ്പിപ്പിടിച്ചെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഒത്തിരി പാക്കറ്റുകൾ ഇതേ മാല പോലെ ഉണ്ട് അയച്ചിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഇതേ പുളിപ്പൊടി. ഓക്കെ, ഞാൻ കവർ താഴെ പോയി. ഓക്കെ, പുളിപ്പൊടി ഇതേ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. എൻ്റെ ഭഗവാനെ, എൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് എനിക്ക് ഇത്രയും കൊണ്ടുവന്നല്ലോ എന്ന് ആലോചിച്ച് ഭയങ്കര സന്തോഷമായിട്ടോ. അതുപോലെ ഇതേ നമ്മുടെ കമ്പ്രക്കോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പിന്നെ മറ്റേ ഇത് എന്താണ് ഇതിന് പറയാ, ചൊക്കിച്ചൊക്കെ വന്നതാ. പക്ഷെ ഉണ്ടായിരുന്നു, പക്ഷെ വേറെ ഏതോ ഒരു പേരാണ് ഉണ്ടായിരുന്നേ. പിന്നെ അതെ ഇങ്ങനെയുള്ള മിഠായികള്. ഇത് സ്ട്രോബെറി ഫ്ലേവർ ഉള്ളതാ. പിന്നെ ഇതേതാ ഗോവ കൊയ്യാക്കയുടെ മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ട് ഒത്തിരി. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ പുളിമുട്ടായി ഉണ്ടല്ലോ, ഇപ്പോഴത്തെ പുളിമുട്ടായി ഉണ്ടല്ലോ, അത് കൊണ്ടുവന്നിട്ടുണ്ട്. ശരാ, എനിക്ക് വയ്യ. നമ്മുടെ നാരങ്ങ മീൻസ് തേൻ മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ അതിലുള്ളത്. എന്തായാലും ഞാൻ ഇവിടെ കൊട്ടാട്ടോ. എന്റെ ദൈവമേ, ഇതെല്ലാം ഞങ്ങൾ കഴിച്ച് തീർക്കണ്ടേന്ന് ആലോചിക്കാട്ടോ. ഒത്തിരി സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം. എന്നെ കാണാൻ വന്നു, കുറച്ചു നേരം എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസ് എടുത്തു. ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവരോട്. അപ്പൊ സ്റ്റേ ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഋഷയുടെ ഇനിയിപ്പോ അടുത്ത ലീവിന് വരുമ്പോ വരാന്നാ പറഞ്ഞിരിക്കണേ. ഓക്കെ, എന്തായാലും ഇനിയിപ്പോ ഏട്ടൻ പോണേൻ്റെ ഉള്ളിൽ എനിക്ക് അരവിന്ദ് ഏട്ടൻ്റെ അബിന്റെയും വീട്ടിലേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. അപ്പൊ ഞങ്ങള് അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും. ഭയങ്കര സന്തോഷം കേട്ടോ, ഭയങ്കര സന്തോഷം എനിക്ക്. ഇത് സത്യം പറ, ഇത് ഇങ്ങനെയൊരു മൂവ്മെന്റ് ഇത് എനിക്ക് ഫസ്റ്റ് ടൈമാണ്.
അതായത് എനിക്കിഷ്ടമുള്ള മുട്ടായികളെല്ലാം സെലക്ട് ചെയ്ത് ഇതുപോലെയൊക്കെ കടകളിൽ കയറി വാങ്ങിച്ചിട്ട് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറം എന്താ സന്തോഷം വേണ്ടല്ലേ. എനിക്ക് ഒത്തിരി സന്തോഷമായി. ലവ് യു അരവിന്ദേട്ടാ, അബി, ശ്രീരാം, ലവ് യു, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ഇവിടുന്ന് അങ്ങോട്ടും ലൈഫ് ലോങ് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. ഓക്കെ, എല്ലാവരുടെയും എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഇപ്പോഴും ലൈവ് ഇപ്പോഴും ഞാൻ തുടർന്നുകൊണ്ട് പോണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ലൈവ് കഴിഞ്ഞിട്ട് ഇത് കഴിക്കാനുള്ള മൂഡാണ്. ഇതിൽ ഏത് ആദ്യം കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. പക്ഷെ ഫസ്റ്റ് ഏത് കഴിക്കണം എന്നുള്ളതൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഇതെല്ലാം ഇഷ്ടമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു സംഭവമാണ്. പുളിമുട്ടയും പുളിപ്പൊടിയാണ്. ഇനി ഞങ്ങള് അമ്മി മക്കളുണ്ടല്ലോ, ഇത് മൊത്തം ആദ്യം ഞങ്ങളൊന്ന് പങ്കണം. നിനിക്കൊന്നേ പറഞ്ഞ് പങ്കണം. ഇത് മൊത്തം പങ്കിട്ട് കഴിക്കാൻ പോവാട്ടോ. ആസ്വദിച്ച് കഴിക്കാൻ പോവാണ്. സന്തോഷമായി. താങ്ക് യു സോ മച്ച്. ഇതിലെ ഓരോ മുട്ടയും എൻ്റെ ഫ്രണ്ട്സിനും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും പഴമൊക്കെ കൊണ്ടുവന്നേ, നേരം വെളുത്തിട്ട് ഒന്ന് പുഴുങ്ങിട്ട് ഒന്ന് കഴിക്കട്ടെ. എന്തായാലും ആങ്ങളെ അനിയത്തിയും കൂടെ കൊണ്ടുവന്നല്ലേ, അതൊക്കെ ഒന്ന് കഴിക്കാം. ഓക്കെ, താങ്ക് യു, ലവ് യു, താങ്ക് യു സോ മച്ച്. ബൈ.